സോ എല്ലാവർക്കും ബ്രോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംബന്ധിച്ചമാരെ നമ്മളിന്ന് റിയാക്ട് ചെയ്യാൻ പോണത് കാളിദാസ് 2 എന്ന് പറഞ്ഞൊരു മൂവീൻ്റെ ഒഫീഷ്യൽ ടീസറാണ്. സോ ഈ ഒരു പടത്തിൻ്റെ മ്യൂസിക് ചെയ്യുന്ന ആരാണെന്ന് മാത്രം എനിക്ക് എൻ്റെ ടൈറ്റിൽ വായിച്ചപ്പോൾ മനസ്സിലായി. അത് വേറെ ആരുമല്ല, നമ്മളെ കൈതയൊക്കെ മ്യൂസിക് ചെയ്ത നമ്മളെ സാംസിയസ് ആണ്. സോ ഈ പടത്തെ പറ്റി എനിക്ക് പ്രത്യേകിച്ച് വേറെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. ഞാനും ആദ്യമായിട്ടാണ് ഈ സിനിമേൻ്റെ പേര് തന്നെ കേൾക്കണത്, കാളിദാസ് 2 എന്ന്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഉണ്ടാകുന്ന പോലും എനിക്കറിഞ്ഞൂടെ, ഞാൻ കണ്ടിട്ടില്ല. സോ എന്നാലും നമുക്ക് ഇതിൻ്റെ ഒഫീഷ്യൽ ടീസർ ഒന്ന് റിയാക്ട് ചെയ്ത് നോക്കാം. ഒരു ഡീറ്റെയിൽസും അറിയില്ല, ഫ്രഷ് ആണ്, അതുകൊണ്ട് ഫ്രഷ് റിയാക്ഷൻ. ഓക്കെ, ഐ ആം സ്കേർഡ്. സ്കൈ പിക്ചേഴ്സ് കേസിൻ്റെ റിലീസ്. ഓ നൈസ് ഷോട്ട് അല്ലേ, സൈക്കോയാ. സൈക്കോ ആണെന്ന് തോന്നുന്നു കേട്ടോ. நல்ல ஷாட்டுகளല്ലേ. இங்க நடக்கிற எல்லா பாவங்களுக்கும் மன்னிப்பு இருக்கான்னு கேட்டா ഇല്ല ക്യാപ്ഷൻ ഒന്നും വേണ്ട. സ്വന്തം ഡയറക്ടർ ഓഫ് അതാ എന്തിന്റെ ഡയറക്ടറായിരുന്നു കണ്ടില്ലല്ല. ஆனா எல்லா குற்றத்துக்கும் சட்டப்படி ஏதோ ஒரு தண்டனை இருக்கு. സ്വാഭാവികം. പ്രകാശ് രാജ് കൊണ്ട് കേട്ടോ. സാംസിയസ് ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ സാംസിയസ് ലൈൻ പ്രൊഡ്യൂസർ. ഞാൻ കണ്ടില്ല. சில குற்றங்களுக்கான தண்டனை மற்றவங்களால நமக்கு கிடைக்கிறது இல்லை. JBL. ഓ അതുപോലെ സാധനം മേടിക്കണം കേട്ടോ, സെറ്റ് സാധനമാണ് JBLൻ്റെ ഹെഡ്സെറ്റ്. മോൺസ്റ്റർ ഹണ്ട്. ഇവനാണ് വില്ലൻ. വില്ലനെ കാണിച്ചാ പെട്ടെന്നാ തോന്നുന്നത്. ഒരുമാതിരി എന്തോ ഒരു ഡാർക്ക് BGM കേട്ടോ. സംഭവമൊക്കെ കളറായിട്ടുണ്ട്, വിഷയ സാധനം. പക്ഷെ ഒന്നും കൂടി കത്തിയിട്ടില്ല. ഇത് മോൺസ്റ്റർ എന്താ സൈക്കോ ആണോ? എനിക്ക് ഇത് ഈ ഒരു ഫ്രെയിമിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കുരിശ്, പിന്നെ കുരിശ്, റിലീജിയൻ സ്പിരിറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ചിഹ്നം, റൈറ്റ് സൈഡിൽ നിയമവ്യവസ്ഥ, അതായത് നിയമത്തിൽ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ലെഫ്റ്റ് സൈഡിൽ ഒരു കൈയിൻ്റെ നമ്മളെ ബ്ലഡൊക്കെ ഇങ്ങനെ വെച്ചിരിക്കണം. മിക്കവാറും ഒരു സൈക്കോ മൂവി തന്നെ ആയിരിക്കണം. അയാൾക്ക് നീതി ആയിട്ടൊന്നും കിട്ടാതിരുന്നിട്ട് അയാളിങ്ങനെ കുറേ കൊലപാതകങ്ങൾ ചെയ്യാൻ ഇറങ്ങണയാണെന്ന് നമുക്ക് ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ നമുക്ക് ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ സംഭവം എന്താണെന്ന് അറിയണമെങ്കിൽ പടം തന്നെ പറഞ്ഞു. ടീസറിൻ്റെ സിനിമാറ്റോഗ്രഫി വിഷയ സാധനം കേട്ടോ. സിനിമാറ്റോഗ്രഫി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ മ്യൂസിക് പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ട് എനിക്കൊന്നും തോന്നില്ല. സംഭവം ഇച്ചിരി ഡാർക്കുണ്ട്, നമുക്ക് ഒരു ഡാർക്ക് സാധനമാണെന്ന് സംഭവം ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് നല്ല സാംസിയസ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നമുക്കൊരു വിഷയ സാധനം വേണം. കൈതി 2 നമ്മളെ സാംസിയസ് ആണോ മ്യൂസിക് ആണെന്ന് എനിക്ക് അറിയില്ല. അനിരുദ്ധ് ഇപ്പോൾ കുറച്ച് ഭീകരമായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സാംസിയസിന് അവസരം കിട്ടുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല. എന്നാലും ടീസർ വാസ് നൈസ്. പ്രത്യേകിച്ചൊന്നും പറയാനില്ല, നല്ലൊരു ടീസറായിരുന്നു. ഈ ഒരു സിനിമയെപ്പറ്റി എനിക്ക് ഒഫീഷ്യലി എനിക്കൊന്നും അറിയില്ല, ഞാൻ കേട്ടിട്ട് കൂടിയില്ല. ഈ ഒരു കാളിദാസ് 1 എന്നൊരു പടം ഉണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. നല്ല സിനിമയാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കാമായിരുന്നു. നിങ്ങൾ കൊള്ളാവില്ലെന്ന് കമൻറ്റ് ചെയ്യണേ. സോ എന്തായാലും ടീസർ എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ നിങ്ങളെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നടന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലാക്കും ഷെയർ എത്തിക്കുക. അപ്പോൾ ശരി, മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.